നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഈ ടീമിലെ പല താരങ്ങളുടെയും ഐഡോളാണ്. അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ, അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സോ നെയ്മർ ജൂനിയർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ വേൾഡ് കപ്പിൽ ചരിത്രമെഴുതും. വിനി ജൂനിയർ പറയുകയാണ്, പനാമയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. നെയ്മർ ജൂനിയർ ഞങ്ങളുടെ ഐഡോളാണ്. എല്ലാവരും ഹാപ്പിയാണ് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ. ഈ ടീം എന്ന് പറഞ്ഞാൽ വളരെ യങ് ജനറേഷനാണ്. ഈ യങ് ജനറേഷൻ്റെ ബിഗ്ഗസ്റ്റ് ഐഡോൾ നെയ്മർ ജൂനിയറാണ്. അദ്ദേഹത്തോടൊപ്പം ഡേ ടു ഡേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് എപ്പോഴും നല്ലതാണ്. അദ്ദേഹം ഞങ്ങളോടൊപ്പം വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ബ്രസീലിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തി കളിച്ചില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ ഈ ദേശീയ ടീമിൽ കളിക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത്. ടുഗദർ വിത്ത് ഹിം ആൻഡ് എവരി വൺ എൽസ് വി വിൽ ഹാവ് ആൻ എക്സലൻറ്റ് വേൾഡ് കപ്പ് ആൻഡ് ചേഞ്ച് അവർ ഹിസ്റ്ററി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ടീമിനെ കുറിച്ച് അദ്ദേഹം ഈ പനാമയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം വിലയിരുത്തി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ ഒരു മത്സരം ടീമിന് വളരെ നല്ലതായിരുന്നു, പ്രിപ്പറേഷന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്, വേൾഡ് കപ്പ് പ്രിപ്പറേഷന് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ആദ്യ പകുതിയിൽ ഒരു ടീം, രണ്ടാം പകുതിയിൽ മറ്റൊരു ടീം, സെയിം ഒബ്ജക്റ്റീവിൽ തന്നെയാണ് നമ്മൾ കളിച്ചത്. സോ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ രൂപത്തിൽ പ്രിപ്പയർ ആയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് പകുതിയിൽ കളിച്ച ടീമുകളാണെങ്കിലും മികച്ച രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ കോച്ച് ചെയ്യാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ വിജയിക്കുക, മാറക്കാനിയിൽ വിജയിക്കുക, ഇവിടെ തിരിച്ചു വന്ന് ഗോളടിക്കാൻ കഴിയുക, അതെല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഫാൻസിന് മുന്നിൽ, എൻ്റെ ഫാമിലിക്ക് മുമ്പിൽ അതെനിക്ക് വളരെ വലിയ കാര്യമാണ്. ഇതൊരു എനർജി ബൂസ്റ്റ് ആയിരിക്കും അടുത്ത വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി വിനി ജൂനിയർ പറഞ്ഞു. എന്തായാലും നെയ്മർ എന്ന് കളിക്കും എന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യം. ഇനിയിപ്പോൾ ബ്രസീലിന് ഈജിപ്തിനെതിരെ സന്നാഹ മത്സരമുണ്ട്. ആ കളിക്കും നെയ്മർ കളിക്കില്ല എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ മൊറോക്കോക്കെതിരെയുള്ള വേൾഡ് കപ്പിൽ ആദ്യ കളിക്ക് നെയ്മർ ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും ഇറങ്ങിയേക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.